ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മലയാളം സിനിമകളുടെ ആദ്യ വീക്കെൻഡ് കൃത്യമായി കേരള കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആദ്യ ആഴ്ച തിയേറ്ററുകളിൽ പിന്നിടുന്നതിന് മുന്നേ തന്നെ 2 സിനിമകളുടെയും വെർഡിക്റ്റ് സ്റ്റാറ്റസ് ഇപ്പോൾ തന്നെ കൺഫേം ചെയ്യാനായിട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമേ ഉണ്ണി മുകുന്ദന്റെ ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ആദ്യ ദിവസം തന്നെ ഒട്ടും മികച്ച തുടക്കം കളക്ഷൻ ഒന്നും തന്നെ അല്ലല്ലോ നേടിയെടുത്ത് മുന്നേറുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ വരുമ്പോൾ പ്രതീക്ഷ ലെവലിലേക്ക് പോലും സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞായറാഴ്ച വരെയുള്ള സിനിമയുടെ ആകെ കേരള ഗ്രോസ് വെറും 1,45 ലക്ഷം രൂപയാണ്. അത് വേൾഡ് വൈഡ് കളക്ഷൻ ആണ് എന്ന് കൂടി പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ആദ്യ വീക്കെൻഡിൽ തന്നെ വൻ ശോകം കളക്ഷൻ നേടിയെടുത്ത സിനിമ തിയേറ്ററുകളിലെ ഡിസാസ്റ്റർ സ്റ്റാറ്റസും ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇന്നലെ വരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 2 കോടി ടച്ച് ചെയ്യുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചതെങ്കിൽ ഇന്നത്തോടെ മാത്രമേ ഒരുപക്ഷെ സിനിമ 2 കോടി കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ അടുത്ത ഡിസാസ്റ്റർ സിനിമയായിട്ട് ഗെറ്റ് സെറ്റ് ബേബി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ആഴ്ച തന്നെ തിയേറ്ററുകളിലേക്ക് എത്തി ഇന്ന് ചൊവ്വാഴ്ച പോലും തിയേറ്ററുകളിലെ മികച്ച ബുക്കിങ്ങോടെ കളക്ഷനോടെ മുന്നേറുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് വരികയാണെങ്കിൽ കുഞ്ചാക്കോ ബോബൻ സിനിമയ്ക്ക് ആദ്യ വീക്കെൻഡിൽ 19-20 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നല്ലോ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചത്. ആ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. ഇപ്പോഴത്തെ ആ റിപ്പോർട്ട് ശരിവയ്ക്കുന്ന രീതിയിൽ 19,35 ലക്ഷം രൂപയാണ് ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലത്തെയോടെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 5 ദിവസങ്ങൾ കൊണ്ട് 22 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല. അതേസമയം ചിത്രത്തിന്റെ കേരള ഗ്രോസ് 10 കോടി പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ വെർഡിക്റ്റ് സ്റ്റാറ്റസ് പുറത്തു വരുമ്പോൾ ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ രേഖാചിത്രം കഴിഞ്ഞാൽ ഈ വർഷത്തിലെ 2ാമത്തെ വിജയ സിനിമയായിട്ട് ചാക്കോച്ചൻ സിനിമ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷത്തിലെ 2ാമത്തെ വിജയ സിനിമ പിറന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.